ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കറക്റ്റ് 1 കിലോ വെയിറ്റ് വരുന്ന ബട്ടർസ്കോച്ച് കേക്കിൻ്റെ റെസിപ്പിയാണ്. ഈ വീഡിയോയിൽ തന്നെ പ്രലൈൻസ് ഉണ്ടാക്കുന്നതും അതേപോലെ ബട്ടർസ്കോച്ച് സോസിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ അല്പം ലെങ്ത് കൂടുതലുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 3/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1/2 കപ്പിലും 1/4 കപ്പിലുമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് ഇത് 2 തവണ അരിച്ചെടുക്കാം. ഇനി ഒരു 3 മുട്ടയുടെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം ഈ വൈറ്റിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്തിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്യാം. അല്പം ഒന്ന് ബീറ്റ് ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് 1/3 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പൊടിക്കാത്ത പഞ്ചസാരയാണ്. ഇത് കുറേശ്ശെ ചേർത്തിട്ട് മുട്ട നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ഇതേപോലെ പീക്ക് ഫോം ചെയ്യുന്നവരെ ബീറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം ഓരോ യോക്ക് വീതം ചേർത്തിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ 3/4 ടീസ്പൂൺ വാനില എസൻസും ഒരു 1/4 ടീസ്പൂൺ ബട്ടർ എസൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായി ചേർത്തിട്ട് മെല്ലെ മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കണം. അങ്ങനെയെല്ലാം ഇവിടെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 8 ഇഞ്ചിൻ്റെ റൗണ്ട് ടിന്നിൽ സൈഡിലും താഴെയും ബട്ടർ പേപ്പർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്ത് ചൂടായ പാത്രത്തിലേക്ക് ഇറക്കി വെച്ചിട്ട് ഒരു 35 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയ ശേഷം ടിന്നിൽ നിന്ന് മാറ്റി ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി ചൂട് മാറുന്നത് വരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് 3 ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ബട്ടർസ്കോച്ച് സോസ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ കാരമൽ ചെയ്യുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ. കുറച്ച് സമയം ഇതേപോലെ വെച്ചതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ഇവിടെ കാരമലായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇതിൽ കൂടുതൽ കളർ ആവരുത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ക്രീം ചേർത്ത ശേഷം നല്ലോണം മിക്സ് ചെയ്ത് ഇത് ജസ്റ്റ് ഒന്ന് തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ ബട്ടർസ്കോച്ച് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. അടുത്തതായിട്ട് പ്രലൈൻ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് പഞ്ചസാര ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് കാരമലായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 1/4 കപ്പോളം കാഷ്യൂസ് ഇട്ട് കൊടുക്കാം. ഈ നട്ട്സ് ചേർത്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ മിക്സ് ചെയ്ത് ഇതൊരു ടേബിളിലേക്ക് ഒഴിച്ച് നിരത്തി കൊടുക്കണം. അപ്പോൾ ടേബിളിൽ അല്പം ഓയിൽ തടവി കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയി. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് സെറ്റായിട്ട് വരും.
ഇത് സെറ്റായി കഴിഞ്ഞാൽ ഇതേപോലെ അടർത്തിയെടുക്കാൻ പറ്റും. എന്നിട്ട് ഇത് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ സോസ് ഇവിടെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനി ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ തുടങ്ങാം. ആദ്യം കേക്ക് ബോർഡിൽ അല്പം ക്രീം ആക്കി കൊടുത്തിട്ട് അതിന് മുകളിൽ ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇത് ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായി വെറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ക്രീം, ഞാനിവിടെ ടോട്ടലായിട്ട് 1 കപ്പ് ക്രീമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി അതിന് മുകളിൽ 2 ടേബിൾ സ്പൂൺ ബട്ടർസ്കോച്ച് സോസ് ഒഴിച്ച് കൊടുത്ത് ഇതൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. അതിനുശേഷം മുകളിൽ പ്രലൈൻ പീസസ് ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതും ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്ത് ക്രീമൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്കും ബട്ടർസ്കോച്ച് സോസ് ആക്കിയിട്ട് പ്രലൈൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ലാസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇതും ഒന്ന് വെറ്റ് ചെയ്ത് മുഴുവനായിട്ട് ക്രീം അപ്ലൈ ചെയ്യാം. ഈ പുറത്ത് അപ്ലൈ ചെയ്യുന്ന ക്രീമിൽ ഞാൻ അല്പം യെല്ലോ കളർ ആക്കി കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്. എന്നിട്ട് മുഴുവനായിട്ട് കവർ ചെയ്തെടുക്കാം. സൈഡിൽ ഇതേപോലെയുള്ള സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ട് ഒന്ന് ഡിസൈൻ ആക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചെടുക്കാം. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബട്ടർസ്കോച്ച് സോസ് ഒഴിച്ചിട്ട് മെല്ലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഒഴിക്കുമ്പോൾ അല്പം തിക്കായി പോയിട്ടുണ്ട്. സൈഡിലൊക്കെ ഇതേപോലെ ഡ്രിപ്പ് ചെയ്യുന്ന പോലെ ആകാൻ വേണ്ടിയിട്ട് സ്പൂണിൽ വേണ്ടി ഇതേപോലെ ആക്കി കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഈ പ്രലൈൻ്റെ പീസസും ബട്ടർസ്കോച്ച് സോസും ഈ ഒരു കേക്കിന് മുഴുവനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. താഴെ സൈഡിൽ ഇതേപോലെ പ്രലൈൻ പീസസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. മുകളിൽ ചോക്ലേറ്റ് ഗനാഷ് ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്. ഡെക്കറേഷൻസ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. താഴെ ഒരു ബോർഡറും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് കറക്റ്റ് 1 കിലോ ആണ് വരുന്നത്. അപ്പോൾ ഇത് ഇതിന് മുന്നേ ചെയ്ത ഒരു കേക്കാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു ദിവസം വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.